ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും വാവാസ് ലിറ്റിൽ വേൾഡ് എന്ന നമ്മുടെ ചെറിയ കുടുംബത്തിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നതേ ഒരു നല്ല അടിപൊളി കടച്ചക്ക കറിയായിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ഇറച്ചിക്കറി. ഇത് കഴിച്ചിട്ടുണ്ട് നമ്മൾ ബീഫ് കറിയാണോ ആ ഒരു ടേസ്റ്റും ആ ഒരു എന്താ പറയുക അതുപോലൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു അടിപൊളി കടച്ചക്കറി ആയിട്ടാണ് കേട്ടോ. കടച്ചക്ക നമ്മൾ സാധാരണ നമ്മൾ അയ്യോ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നൊക്കെ കാണും, പക്ഷെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഈ കടച്ചക്കയിൽ. നമ്മുടെ കടച്ചക്കയിലേ ഈ ഗ്ലൂക്കോസിൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും അളവ് വളരെ കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഫൈബർ നാരുകളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കടച്ചക്ക കഴിക്കുന്നത് നല്ലതാണ്, കിട്ടുന്നവരൊക്കെ കഴിക്കണം കേട്ടോ. നമ്മുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ കടച്ചക്കയിൽ അടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മുടെ നാട്ടുകളിലൊക്കെ എന്താ പറയുക സുലഭമായിട്ട് കിട്ടുന്ന സാധനമായിരുന്നു ഇത്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ കിട്ടാനില്ല. വളരെ എന്താ പറയുന്നത് ഈ മാർക്കറ്റിലൊക്കെ ഇരിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോഴും നാട്ടുകളിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലൊക്കെ കാണുമായിരിക്കും. പക്ഷെ നമ്മൾ സിറ്റിയിൽ എന്താ പറയുക കിലോയ്ക്ക് 100 110 എങ്ങാണ്ടായിരുന്നു കേട്ടോ മേടിക്കുമ്പം വില. നല്ല റേറ്റാണ്. അപ്പം ഇത് നമ്മളിങ്ങനെ തൊലി കളഞ്ഞ് ചെത്തി അതിങ്ങനെ നമ്മുടെ പീസായിട്ട് മുറിച്ച് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമ്മളൊന്ന് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. അത് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കുന്ന അതേ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് വറുത്തരച്ച കറിയാണല്ലോ, അപ്പം നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുക്കാൻ വെക്കാം കേട്ടോ. അപ്പം നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കുന്നു. ആ ചീനിച്ചട്ടി നല്ലപോലെ ചൂടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് തേങ്ങ, അതായത് കറിക്ക് ആവശ്യമായ തേങ്ങ, നമ്മളിവിടെ കുറച്ച് പേരുള്ളതുകൊണ്ട് തന്നെ കുറച്ച് വെക്കുന്നുള്ളൂ. അപ്പം 1/4 കപ്പ് തേങ്ങയാണെന്ന് തോന്നുന്നു. 1/4 കപ്പ് തേങ്ങ ചട്ടി ചൂടായപ്പോൾ ചട്ടിക്കകത്തോട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ എണ്ണയൊന്നും ഒഴിക്കണ്ട. ഇതിപ്പോൾ ഇൻഡാലിയം ചീനിച്ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്. ഇച്ചിരി കട്ടിയുള്ള പാത്രത്തിലാണെങ്കിൽ നമ്മുടെ സാധാരണ അലുമിനിയം ചീനിച്ചട്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കരിയാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. ഈ തീയും കൂടെ കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് പറയുകയും കൂടെ വേണ്ട. അപ്പോൾ നമ്മളെപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ, അതുപോലെ തന്നെ ഇങ്ങനെ ചൂട് കട്ടിയുള്ള ഇൻഡാലിയോ അങ്ങനെ കട്ടിയുള്ള എന്തെങ്കിലും പാത്രത്തിൽ ഉരുളിയിലൊക്കെ വെച്ച് നമ്മൾ തേങ്ങ വറുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തേങ്ങ ഒന്ന് ചുമന്ന് വരുമ്പോഴേക്കും അതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ചുമന്നുള്ളി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കടച്ചക്ക നല്ല രീതിയിൽ എന്താ പറയുക തിളച്ച് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അപ്പുറം പാല് കാച്ചൽ ഇപ്പുറം സദ്യ കൊടുക്കൽ, അങ്ങനെയാണ് കേട്ടോ, രണ്ടിടത്തും കൂടെ. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പൊടി ഇടുന്നുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് നമ്മുടെ ഇറച്ചി മസാല ഇല്ലേ അതാണ് കേട്ടോ ഇടുന്നത്. നമ്മൾക്ക് ഇനി ഇറച്ചി മസാല വേണ്ട, വെജിറ്റബിൾ മസാല വേണമെങ്കിൽ അത് ഇടാം. വെജിറ്റബിൾ മസാല ഇല്ലായിരുന്നതുകൊണ്ടാണ് നമ്മൾ ഇറച്ചി മസാല, മീറ്റ് മസാല, ചിക്കൻ മസാല ഏത് വേണമെങ്കിലും നമുക്കിടാം. നമ്മൾ ഇട്ടത് കുറച്ച് മീറ്റ് മസാലയാണ് കേട്ടോ. കാരണം നമ്മൾ ഇറച്ചിക്കറിയിൽ നിന്ന് പറ്റിച്ചിട്ടാണല്ലോ ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി മീറ്റ് മസാല കിടക്കട്ടേന്നേ. അപ്പോൾ നല്ല രീതിയിൽ ആ മസാലയും കൂടെ നല്ല രീതിയിൽ നമുക്ക് ചൂടാക്കി എടുക്കാവേ. ഞാൻ ഈ കേട്ടോട്ടോ എന്ന് കുറേ പ്രാവശ്യം പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു പോകുമ്പോൾ അങ്ങ് ഫ്ലോയിൽ പറയും. പക്ഷേ ഇത് ഔട്ട് ചെയ്യില്ല, വീഡിയോ ഔട്ട് ചെയ്ത് നമ്മൾ എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് മനസ്സിലാകുന്നത്. കുറേ ടോ ഉണ്ടെന്ന് മാറ്റാൻ പറ്റുമെന്ന് ശ്രമിക്കാവേ. അപ്പം നല്ല രീതിയിൽ ചൂടായ ശേഷം അത് നല്ല രീതിയിൽ മൂത്ത ശേഷം നമ്മൾ ചട്ടിക്കകത്ത് വെക്കരുത്, വേറൊരു പാത്രത്തിലേക്ക് നേരത്തെ ഇടണം കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയാമോ? അത് പെട്ടെന്ന് ആ ചട്ടിയിൽ തന്നെ ഇരുന്ന് പെട്ടെന്ന് മൂത്ത് പോകാനുള്ള ചാൻസസ് കൂടുതലാണേ. അപ്പം നമ്മുടെ കടച്ചക്കയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിനകത്തോട്ട് തണുക്കാൻ വെച്ചിരുന്ന നമ്മുടെ തേങ്ങ അരച്ച് കടച്ചക്കയായിട്ട് മിക്സ് ചെയ്യുവാണ് കേട്ടോ. കടച്ചക്ക വേവാൻ വെച്ചപ്പോൾ ഉപ്പിടാൻ മറക്കല്ലേ, ഉപ്പിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ പാത്രം എന്താ പറയുക മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളമാക്കി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് ഒരു 5-10 മിനിറ്റോളം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. കാരണം വെച്ചാൽ ഈ സമയത്താണ് ഈ നമ്മുടെ അരച്ച അരപ്പിൻ്റെ ഈ കൂട്ടെല്ലാം കൂടെ നമ്മുടെ കടച്ചക്കയിൽ പിടിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കരുത്. ഒരു സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് വറ്റിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാറ് കുറുകുകയും അതുപോലെ തന്നെ നമ്മുടെ ചാറിലുള്ള ഇത് കടച്ചക്കയിലോട്ട്, അല്ലെങ്കിൽ കടച്ചക്കയുടെ കഷ്ണങ്ങൾ നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ടാണ് കഷ്ണങ്ങൾ വേവിക്കാൻ വേണ്ടി വെച്ചത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ കടച്ചക്കയിൽ അതായത് മസാല മുഴുവൻ ഈ കടച്ചക്കയിലോട്ട് നല്ല രീതിയിൽ പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അത് ചട്ടിക്കകത്ത് വെച്ച ശേഷം അത് ചട്ടിയിലോട്ട് ചൂടാകാൻ വെച്ച ശേഷം നമ്മൾക്ക് ഇപ്പുറത്ത് തന്നെ നമ്മുടെ തേങ്ങ വറുത്ത ചട്ടിയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മുടെ ഉണക്കമുളകില്ലേ വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് ചുമന്നുള്ളി, ഒരു തെറ്റ് പറ്റിപ്പോയി, ആദ്യം ചുമന്നുള്ളി ഇടണം കേട്ടോ. കാരണം വെച്ചാൽ വറ്റൽമുളക് പെട്ടെന്ന് മൂക്കുമല്ലോ, അത് ഒരു പെശക് പറ്റിപ്പോയതാണ്. പിന്നെ ഞാൻ ആ വറ്റൽമുളക് സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഉള്ളി അല്ലെങ്കിൽ പിന്നെ മൂക്കത്തില്ല, മുളകാണെങ്കിൽ മൂത്തും പോകും കേട്ടോ. അപ്പം വറ്റൽമുളക് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആക്കുമ്പോൾ ആദ്യം ഉള്ളി ഇടണം കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ അബദ്ധം പറ്റിപ്പോകും. പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോൾ ഇട്ടതാണ് കേട്ടോ.
അപ്പോൾ അതിന് ശേഷം നമ്മുടെ എന്തായാലും കരിഞ്ഞിട്ടൊന്നുമില്ല. അതിന് ശേഷം നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല രീതിയിൽ നമ്മൾ ചൂടാക്കി എടുക്കണം കേട്ടോ. നല്ല രീതിയിൽ അത് കറിവേപ്പില എണ്ണയ്ക്കകത്ത് എടുക്കുമ്പോൾ തന്നെ നല്ല ഫ്ലേവർ ഇറങ്ങും, നല്ല മുരിഞ്ഞിരിക്കുകയും ചെയ്യും. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ റെഡിയായ കറിയിലോട്ട് നമ്മൾ കടുക് വറുത്തിട്ടതും കൂടെ ചേർത്ത് യോജിപ്പിക്കുകയാണ് കേട്ടോ. നമ്മുടെ അടിപൊളി നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റാണ്. നല്ല ചാറ് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും.